തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും ജനത്തിരക്കുള്ള പഴവങ്ങാടിയിലാണ്. അമ്മ, സബ്സിഡി സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആളാണോ? പ്രതികരിക്കാൻ തയ്യാറല്ല, ചിലരൊന്നും പ്രതികരിക്കില്ല. വരും. സബ്സിഡി സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആളാണോ സപ്ലൈകോ സ്റ്റോറിൽ നിന്ന്? സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾക്ക് വലിയ വില കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങൾക്ക് എന്താ അഭിപ്രായം? നടുവൊടിയും ഇപ്പൊ തന്നെ മുട്ടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ടി തന്നെ. ഇതിന്റെ ഇടയിലാണ് അത് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ച പാടാണ്. നമ്മൾ പാവപ്പെട്ടവർ നമ്മളെന്ത് ചെയ്യും? സബ്സിഡി സാധനങ്ങൾ ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ വില കൂട്ടി വന്നാൽ പറ്റൂല. അത്തപ്പാടിയുള്ള കാര്യമാണ് കഷ്ടം. നമ്മളെപ്പോലെ കൂലി വേലക്കാരായിരിക്കും. വീട്ടില്. ഇതാണ് അവർ പറഞ്ഞ ആ വാചകമാണ്. പട്ടിണി പാവങ്ങളുടെ കാര്യമാണ് കഷ്ടം എന്ന് പറയുന്നു. സബ്സിഡി സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആളാണോ? ഇപ്പോൾ സാധനങ്ങൾക്ക് വലിയ വില കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയോ? ഒന്നും വേണ്ട, വാങ്ങിച്ചായിരിക്കണം നല്ലത്. ഇപ്പൊ കിട്ടുന്നുണ്ടോ സാധനങ്ങൾ? ഒന്നുമില്ല. എത്ര നാളായി? ഒരുപാട് നാളായി കിട്ടിയിട്ട്. കുറച്ച് കാലമായി കിട്ടിയിട്ട്. വല്ലതും സാധനങ്ങൾ ഇപ്പൊ തന്നെ സബ്സിഡിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? സബ്സിഡിയിലുണ്ട്. അരിയുണ്ട്, മട്ട വളരെ കുറവാണെന്ന് തോന്നുന്നു. കുറവാണ്. സാധാരണ ഇങ്ങനെ വില കൂട്ടുകയാണ്. അത് കൂടും. കാര്യം എന്ന് പറഞ്ഞാൽ വിപണിയിൽ വരുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ചേട്ടൻ്റെ ഒരു പോസിറ്റീവ് അഭിപ്രായമാണ് ആ കാര്യത്തിൽ പറഞ്ഞത്. അമ്മ, സബ്സിഡി സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആളാണോ? വാങ്ങുന്ന ആളല്ല. സബ്സിഡി സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആളാണോ? സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളായിരുന്നു. വില കയറ്റായതുകൊണ്ട് ഇപ്പം നമ്മൾ വാങ്ങിക്കാറില്ല. 3-4 മാസം കൊണ്ട് നമ്മൾ ഒന്നും കിട്ടുന്നുണ്ടോ? സാധനങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പം നമ്മൾ പോണില്ല, പോയാൽ അവിടെ ഒന്നും കാണൂല. അതുകൊണ്ട് പിന്നെ വില കൂടിയാൽ നമ്മൾ വെളിയിൽ കൈയൊഴിഞ്ഞു. കഴിഞ്ഞെന്ന് വെച്ചാൽ മാവലി സ്റ്റോർ കഴിഞ്ഞു. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ? പിന്നെ നമ്മൾ വെളിയിൽ വാങ്ങിക്കണതും ഇവിടെ വാങ്ങിക്കണതും എല്ലാം ഒപ്പം തന്നെ. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ. സാധാരണക്കാർക്ക് പറ്റൂല, ജീവിക്കാൻ പറ്റൂല തന്നെ. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് സ്ഥിതികൾ മാറുന്നു എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ. സാധാരണ ജനങ്ങളാണ് ഈ പഴവങ്ങാടി ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ വന്നിരിക്കുന്ന സാധാരണ വനിതകളാണ് ഈ കാര്യം പറയുന്നത്. നടുവൊടിയുന്നു ജനങ്ങളുടെ എന്നുള്ളതാണ് പൊതുവികാരം. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ സബ്സിഡി സാധനങ്ങളില്ല. സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ മാവേലി സ്റ്റോറുകളിലേക്ക് പോകുന്ന ശീലം തന്നെ നിർത്തിയവരുണ്ട് എന്നതാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലും അത് തന്നെയാണ്, സമാനമായ സാഹചര്യമാണ്. സപ്ലൈകോ സ്റ്റോറിലൊക്കെ സ്ഥിരം മാസം തോറും പോകുന്നവർ ഇപ്പോൾ സ്ഥിരമായി സാധനമില്ലല്ലോ പിന്നെന്തിന് പോകണമെന്ന് ചിന്തിക്കുകയാണ്. അതിനിടെയാണ് വില കാര്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് പൊതുജനങ്ങളുടെ നടുവൊടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് ഈ വില നിലവാരത്തിലേക്ക് വീണ്ടും വന്നാൽ ജയ അരി, കുറുവ അരി, മട്ട അരി എന്നിവ 25 രൂപയ്ക്കാണ് നേരത്തെ സബ്സിഡി നിരക്കിൽ വിറ്റുകൊണ്ടിരുന്നത്. ഇനി അത് ജയ അരി